നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. മുറിയിൽ കുഞ്ഞിനെ മാറോടക്കി കരയുമ്പോൾ അവൾക്കുള്ളിൽ ചിന്തകളുടെ വിസ്ഫോടനം തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഇനി എന്ത് എന്ന ചിന്ത അവളുടെ മനസ്സമാധാനം ഇല്ലാതാക്കുന്ന അവൾ അറിഞ്ഞു. ഒരു നിമിഷത്തിന്റെ എടുത്തിയാട്ടത്തിലെടുത്ത തീരുമാനം തെറ്റായി പോയെന്ന് അവൾക്ക് തോന്നി തുടങ്ങി. ഒരു വിവാഹമെന്ന് തന്റെ വിദൂര ചിന്തകളിലൂടെ പോലും കടന്നു വന്നിട്ടില്ലാത്ത ഒന്നാണ്. അതിനാണ് താൻ സമ്മതം അറിയിച്ചിരിക്കുന്നത് ഓർക്കെ അവൾക്ക് ഒരു നിമിഷം എടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് തോന്നി. ആ തോന്നൽ ശക്തമായ നിമിഷം അവൾ അയാൾ തനിക്ക് നേരെ വർഷിച്ച ആരോപണങ്ങൾ ഓരോന്നും ഓർത്തു. ആണുങ്ങളെ വശീകരിച്ചെടുക്കുന്നവളെന്ന് പറയാതെ പറഞ്ഞ അയാളുടെ ഓരോ വാക്കുകളും അവളുടെ നെഞ്ചിൽ തന്നെയാണ് തറച്ചത്. എന്തുകൊണ്ടും താൻ ഇവിടെ നിന്ന് പടിയിറങ്ങുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി തുടങ്ങി. പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോൾ പോലും അവൾക്ക് വിവാഹം എന്ന ഒന്നിനെങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് അറിയില്ലായിരുന്നു. ചിന്താഭാരമേറി വന്നു അവൾ തന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കി. നെഞ്ചിൽ പതുങ്ങിക്കിടക്കുന്ന കണ്ടതും അവൾ ആ മൂർധാവിൽ പതിയെ ചുംബിച്ചു. ഇനി കുറച്ച് നാളുകൾ കൂടിയേ ഇവളെ തനിക്കിങ്ങനെ മാറോടക്കാൻ കഴിയുമെന്നോർക്കെ അവളുടെ നെഞ്ച് നീറി. കണ്ണുനീർ കൺതടങ്ങളെ നനച്ചുകൊണ്ട് താഴേക്ക് ചാരി തീർത്തു. നിന്റെ അപ്പച്ചി വന്ന് ഏൽപ്പിച്ചിരുന്നെങ്കിൽ നീ സമാധാനത്തോടെ ഈ പടി ഇറങ്ങായിരുന്നു കുഞ്ഞി. ഇതിപ്പോ എല്ലാ സമാധാനവും നഷ്ടമായ പോലെ തോന്നുക. ആകെയുള്ളൊരു ആശ്വാസം തമ്പുരാൻ കുഞ്ഞ് നിനക്കൊപ്പം ഉണ്ടല്ലോ എന്ന് ഓർക്കുന്ന. വാശിയൊന്നും കാണിക്കരുത് കേട്ടോ. നീ കാണിച്ചാലും അതൊന്നും നടത്തിത്തരാൻ ഇവിടെ ആരുമില്ല. അതുകൊണ്ട് എന്റെ കുട്ടി നല്ല മോളായിരിക്കണം കേട്ടോ. ആൾ നിറഞ്ഞു വരുന്ന കണ്ണുകളോടെ അത്രയും സ്നേഹത്തിൽ ആ കുഞ്ഞി കവിളുകളിൽ മാറി മാറി മുത്തി. നാളെയോ മറ്റന്നാളോ സമയം പോലെ നമുക്ക് നിന്റെ അപ്പച്ചിയുടെ അടുത്ത് വരെ പോകണം കേട്ടോ കുഞ്ഞി. എനിക്ക് ചിലത് പറയാനുണ്ട്. നിന്നെ എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയതല്ലേ, എനിക്ക് ഇവിടുന്ന് പടിയിറങ്ങാൻ സമയമായി എന്ന് അറിയിക്കണം. തമ്പുരാൻ കുഞ്ഞായിട്ടുള്ള കല്യാണം നടക്കാൻ എൻ്റെ അപ്പച്ചി സമ്മതം മൂളിയ പിന്നെ എനിക്ക് ഒന്നിനെയും പേടിക്കാനില്ല. അവൾ ഓരോന്നും കുഞ്ഞിനോടെന്ന പോലെ പറഞ്ഞുകൊണ്ടിരുന്നു. സത്യത്തിൽ അവൾ കുഞ്ഞിനോട് പറയുന്ന ഓരോ വാക്കുകളും അത് അവളുടെ തന്നെ ഇളകി മറിയുന്ന മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയുള്ളവയായിരുന്നു. തന്നെ വരിഞ്ഞു മുറുക്കുന്ന ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടില്ലെന്നോണം അവൾ മനസ്സിലെ ഓരോ വ്യഥകളും സ്വയം പറഞ്ഞ് ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. നാളെ രാവിലെ നീ ഫിനാൻസ് വരെ ഒന്ന് പോണം ഇന്ദ്ര. അവിടെ കാര്യങ്ങളൊക്കെ ആകെ തകിടമറിഞ്ഞ അവസ്ഥയാ. നീ ആ വഴി പോയിട്ട് ഒത്തിരി ആയില്ലേ. അതിന്റെ എല്ലാ കുറവോടെ കാണാനുണ്ട്. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ശിവശങ്കരൻ തമ്പി ഇന്ദ്രനോടായി പറഞ്ഞു. പോ. അവൻ അതിനപ്പോൾ തന്നെ മറുപടിയും നൽകി. അവന്റെ മറുപടി കേട്ടുകൊണ്ടാണ് കയ്യിലൊരു കരിപ്പാത്രവും പിടിച്ച് നീലി അവിടേക്ക് വന്ന്. അവന്റെ ആ മറുപടികൾക്ക് തണുത്താറിയ നെഞ്ചിൽ എന്തിനോ വീണ്ടും ഒരു കനലെരിഞ്ഞു തുടങ്ങുന്നത് അവൾ അറിഞ്ഞു. എന്നാൽ ഒരു കടമ്പ കഴിഞ്ഞ സമാധാനം ആ വൃദ്ധന് നെഞ്ചിൽ തെളിഞ്ഞു. അവനിവിടെ ഉണ്ടായാൽ കാര്യങ്ങൾ താൻ വിചാരിച്ച പോലെ നടക്കില്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. ഇതിപ്പോ നാളെ രാവിലെ അവൻ പോയാൽ പിന്നെ വരുന്നത് ഒരു നേരത്തായിരിക്കും. ആ ധൈര്യത്തിലാണ് ശിവശങ്കരൻ തമ്പി. നീ കഴിച്ചോ? ഇന്ദ്രന്റെ ചോദ്യമൊന്നും അവളിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. ആ മനസ്സപ്പോഴും നാളെ നടക്കാനിരിക്കുന്നതിനെ ഓർത്ത് വേവുകയായിരുന്നു. നീലി. അവന്റെ ശബ്ദമുയർന്നു. ആൾ അവനെ ഞെട്ടി നോക്കി. നീ കഴിച്ചോന്ന് അവൻ തന്നെ ചോദ്യം ഒന്നുകൂടെ ആവർത്തിച്ചു. ഇല്ല. ആൾ അവനെ നോക്കാതെ മറുപടി നൽകി. ഇരിക്ക്. അവൻ ആവശ്യപ്പെട്ടതും ആൾ അവിടെ ഇരിക്കുന്നവരെല്ലാം ഒന്ന് പതറി നോക്കി. എല്ലാ കണ്ണുകളിലും തന്നോടുള്ള അനിഷ്ടം നിറഞ്ഞു നിൽക്കുന്നവൾ കണ്ടു. ഞാൻ പിന്നെ ഇരിക്കാൻ അവനൊന്നുകൂടെ കടുപ്പിച്ച് പറഞ്ഞു. നീ എന്തിനാ ഇന്ദ്ര അവളിങ്ങനെ നിർബന്ധിക്കുന്നത്? അവള് പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞ നീ കേട്ടില്ലേ? അവന്റെ ആ കൽപ്പന ഒട്ടും ഇഷ്ടപ്പെടാതെ നന്ദകി അവനോട് പറഞ്ഞു. ചെറിയമ്മയോട് ഞാനൊന്നും ആവശ്യപ്പെട്ടില്ല. അവൻ അവരെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു. അവരവന്റെ ആ സംസാരം ഇഷ്ടപ്പെടാതെ മുഖം തിരിച്ചു. താൻ ഇത്രയും പറഞ്ഞിട്ടും കുന്തം പോലെ നിൽക്കുന്നവളെ കാണെ അവന്റെ ശബ്ദം അവൾക്ക് നേരെ ഉയർന്നു. അവൾ വേഗം അവനടുത്ത് കസേര വലിച്ചിട്ട് ഇരിപ്പുറപ്പിച്ചു. ഇനി നിന്നെ ഞാൻ ഊട്ടണോ? അവൻ പല്ലടിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ വേഗം പാത്രമെടുത്ത് ആവശ്യമുള്ള വിളമ്പി കഴിക്കാൻ തുടങ്ങി. ഈ കാഴ്ചകളെല്ലാം ശിവശങ്കരിൽ നന്നേ ആദി തീർത്തു. ഇന്ദ്രൻ അവളോട് കാണിക്കുന്ന ഈ അധികാരഭാവം അത് അയാൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അയാൾ അസ്വസ്ഥമായ മനസ്സോടെ ആഹാരം കഴിപ്പ് പകുതിക്ക് അവസാനിപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റു. ഇന്ദ്രൻ അയാളെ നോക്കിക്കൊണ്ട് വീണ്ടും കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചു. രാവിലെ കണ്ണു തുറന്ന മുതൽ തന്നെ അവളുടെ മനസ്സിനൊരു തരം അസ്വസ്ഥതയുണ്ടായിരുന്നു. എന്ത് കാരണമാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ആകെയുള്ള അന്തരീക്ഷത്തിൽ ഒരു തീരാത്ത ഭാരം പലയിടത്തു നിന്ന് അവളെ ചുട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അവൾക്ക് അനുഭവപ്പെട്ടു. മനസ്സിലടങ്ങാത്ത അജ്ഞാതമായ ഭീതിയും ആകുലതയും അവളെയും വലച്ചുകൊണ്ടിരുന്നു. അവൾ പതിയെ കട്ടിലോട്ട് ചാരിയപ്പോൾ കണ്ണുകൾ അവിടെ കിടന്ന കുഞ്ഞുമേനിയിൽ പതിച്ചു. ലോകത്തിന്റെ കനൽ ചൂടുകളും കപടതകളും അറിയാതെ ശാന്തമായ ഒരു ഉറക്കത്തിലാണ് ആ കുഞ്ഞു മനസ്സ്. അങ്ങനെ ഒരു ഉറക്കം അത് അവളുടെ മനസ്സും ആഗ്രഹിച്ചു തുടങ്ങി. ഒരു മിന്നൽ ഭയം പോലുമില്ലാതെ ആ സ്വപ്നങ്ങളുടെ വിശുദ്ധിയിൽ മുഴുകി ഉറങ്ങാൻ അവളും ആഗ്രഹിച്ചു പോയി. ആ കുഞ്ഞുമുഖത്തൊരു നിസ്സാരമായ ചിരിയുണ്ടായിരുന്നു. അതിലെ സമാധാനം അവളെ താൽക്കാലികമായി കൈപ്പിടിച്ചു. പക്ഷെ ആ ശാന്തതയുടെ മറവിൽ പോലും അവളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ ചിന്തകൾ പൊട്ടിത്തെറിച്ചു തുടങ്ങി. അവളെ പേടിപ്പിക്കുന്ന ആ ആലോചനകൾക്ക് പേര് പറയാനില്ലെങ്കിലും അതൊക്കെ ചേർന്ന് കരമാർന്ന ഒരു ഇരുണ്ട പാളി പോലെ മനസ്സിൽ കൂടിയിരുന്നു. കഴിഞ്ഞ ദിവസത്തെ സംഭവവികാസങ്ങൾ ഓരോന്നും അവളുടെ ചിന്തകളെ വീണ്ടും വേട്ടയാടി തുടങ്ങി. അറുത്തുമാറ്റാൻ കഴിയുന്ന എന്നാൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ചേർത്ത് വെക്കപ്പെട്ട ചില ബന്ധങ്ങൾ
പറയാനാവാതെ മുട്ടിയ വാക്കുകൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ എല്ലാം കൂടി അവളെ ഏകാന്തതയിലേക്കും ഭ്രമത്തിലേക്കും തള്ളിയിടുന്നതായി തോന്നി. ഈ കുരുന്നിന്റെ സുരക്ഷയും സമാധാനവും കാത്തു സൂക്ഷിക്കാനുള്ള അവളുടെ ഉത്തരവാദിത്വം തന്നെയാണ് ഇപ്പോൾ അവളെ തളർത്തുന്നതും ഉണർത്തുന്നതും. ആ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്തു മാത്രം കൈക്കൊണ്ട തീരുമാനമാണ് ഈ വിവാഹം. താൻ പടിയിറങ്ങി പോകുന്നതിലൂടെ ആ കുരുന്നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ തിരി തെളിയുമെങ്കിൽ അതാണ് ശരിയെന്ന് അവൾ അടിയുറച്ച് വിശ്വസിച്ചു. പല വിശ്വാസങ്ങളുടെയും പ്രതീക്ഷകളുടെയും പുറത്താണല്ലോ ഒരു മനുഷ്യ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. അവളുടെ മനസ്സതിന്റെ ചങ്ങല പൊട്ടിച്ച് ഒരു ദൂരയാത്ര തുടങ്ങിയിരുന്നു. മറുപടികളില്ലാത്ത ചോദ്യങ്ങൾ, മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ, തിരിയാനാവാത്ത വഴികൾ, അവസാനത്തിന്റെ ആലകളില്ലാത്ത ഒരു കാലയാത്ര. ഈ യാത്രയുടെ അവസാനത്തിലൊന്നും വ്യക്തമല്ല. പക്ഷെ ഇങ്ങനൊരു യാത്ര അതവൾക്ക് ഇഷ്ടമില്ലായിട്ട് കൂടി അവൾ അതിന് നിർബന്ധിതയാക്കുന്നു. അങ്ങനെ ഒന്നിന് അവളുടെ മനസ്സും സജ്ജമായി കഴിഞ്ഞു. വാതിൽ തുടരെയുള്ള മുട്ടാണ് അവളെ ചിന്തകളുടെ ലോകത്തുനിന്ന് തിരികെ കൊണ്ടുവന്ന് കുഞ്ഞിനരികിൽ ഒരു തലയിണ വെച്ച് അഴിഞ്ഞുളഞ്ഞു കിടന്ന മുടി ചുറ്റി വെച്ചുകൊണ്ട് അവൾ അടഞ്ഞു കിടക്കുന്ന വാതിലിനരികിലേക്ക് നടന്നു. വാതിൽ സാക്ഷ്യം മാറ്റി മറക്കെ തുറന്നു. പുറത്തുനിന്നവനെ കാണാൻ അവളെ വീണ്ടും പതറൽ പിടികൂടി. നീ എന്താ നിന്ന് പരുങ്ങുന്നത്? മോളുണർന്നോ? അവൻ അവളെ നോക്കി ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ബെഡിൽ സുഖമായിട്ട് ഉറങ്ങുന്ന കുഞ്ഞിനെ കണ്ടതും അവൻ അവൾക്കരിയിലേക്ക് ഇരുന്നു. എനിക്ക് നേരത്തെ പോകണം, വരാനും വൈകും. നീ വേഗം പോയി കുളിച്ചു വാ, ഞാനിവിടെ ഇരിക്കാം. അവൻ കുഞ്ഞിന്റെ തലയിലൂടെ വിരലോടിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. അവൾ അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് കുളിച്ചു മാറാനുള്ള സാധനങ്ങൾ എടുത്ത് വാതിലരികിലേക്ക് നടന്നു. അവിടെ ഇവിടെയും തങ്ങി തൂങ്ങി നിൽക്കാതെ വേഗം വരണം, എനിക്ക് വേറെ പണിയുള്ള. അവൻ പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയവളോട് പറഞ്ഞതും അതിനൊന്ന് തലയാട്ടിക്കൊണ്ട് അവൾ മുറിക്ക് പുറത്തേക്ക് നടന്നു. നീ ഇത് എവിടെയായിരുന്നു? 10 മണി കഴിയുമ്പോൾ അവരിങ്ങ് എത്തും. ഇന്ദ്രനൊന്നും അറിഞ്ഞില്ലാലോ. അടുക്കള പുറത്തേക്ക് ഇറങ്ങിയതും സൗദാമിനി അവളെ കയ്യിൽ പിടിച്ച് ഒരു വശത്തേക്ക് ഒതുക്കിയതിനോട് ചോദിച്ചതും അവൾ അതിന് ഉത്തരമില്ല എന്ന പോലെ വിലങ്ങനെ തലയാട്ടി കാണിച്ചു. ആൾക്ക് എന്തിനോ ഒരു കുറ്റബോധം തോന്നി. അവനെ അറിയിക്കാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ആൾക്ക് നന്നായി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. കഷ്ടസമയത്ത് ഒരു കൈത്താങ്ങായി വന്നയാളാണ്. ആൾക്ക് വേണമെങ്കിൽ എല്ലാവരെയും പോലെ തന്നെ തഴഞ്ഞു കളയാമായിരുന്നു. പക്ഷേ ചേർത്ത് പിടിച്ചിട്ടേയുള്ളൂ ഈ നാൾ വരെ. ഇവിടെ വന്ന മുതൽ ഒരു കവചം പോലെ തനിക്ക് ചുറ്റും നിലകൊണ്ടവനാണ്. ആ ആളോട് ഇങ്ങനെയാണോ നന്ദി പ്രകടിപ്പിക്കേണ്ടത്? അവൾ സ്വയം ചോദിച്ചു. നീ ഇതെന്താ ആലോചിച്ച് നിൽക്കുക? പോയി വേഗം കുളിച്ചു വാ, ഇന്ദ്രൻ ഇപ്പൊ പോവും. അവനെ ഇറങ്ങിയതിന് പിറകെ തന്നെ അവർ വരാൻ സാധ്യതയുണ്ട്. സൗദാമിയുടെ ശബ്ദം വീണ്ടും കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. അവളുടെ മട്ടും ഭാവൊന്നും ശരിയല്ലല്ലോ അമ്മേ. അവളിനി അവസാന നിമിഷം കാലുമാറുമോ? അവൾ പോകുന്ന നോക്കുന്ന സൗദാമിനിക്കരികിലേക്ക് വന്നുകൊണ്ട് നന്ദി ചോദിച്ചു. അങ്ങനെ എങ്ങാനും സംഭവിച്ചാ പിന്നെ അവളെ ജീവനോടെ വെച്ചേക്കില്ല. നിന്റെ അമ്മായി അച്ഛനല്ലേ ആള്. അങ്ങേര് വിചാരിച്ച കാര്യം നടന്നില്ലേ പിന്നെ അങ്ങേർക്ക് ഭ്രാന്താ. അവളെങ്ങാനും ഇതിൽ നിന്ന് പിന്മാറിയ ആ ഭ്രാന്ത് അവളുടെ ഉയരെടുത്തിട്ടേ അടങ്ങൂ. അവർ നടന്നകളിൽ നിന്ന് ദൃഷ്ടി മാറ്റാതെ ഒരു പുച്ഛച്ചിരിയോടെ പറഞ്ഞു. കുളി കഴിഞ്ഞ് തിരികെ അവൾ മുറിയിലേക്ക് എത്തിയതും ഇന്ദ്രൻ വേഗം ഇരുന്നിടത്ത് എഴുന്നേറ്റു. ഞാനൊന്ന് ഇറങ്ങുക, വരാൻ വൈകും. അവനോടുത്തിരുന്ന മുണ്ടൊന്ന് മടക്കി കുത്തിക്കൊണ്ട് അവളോട് പറഞ്ഞു. അവളതിനും തലയാട്ടി. നിന്റെ വായിലും തടി കോപ്പെ പൂച്ച വെച്ചെടുക്കുന്നോ? എന്തു ചോദിച്ചാലും മാട് നിറയ്ക്കുന്ന പോലെ അവിടെ ഒരു തലൊലിക്കലും. അവളിൽ നിന്ന് മറുപടിയൊന്നും വരാതായതും അവനോട് ചാടിക്കടിച്ചു. പെട്ടെന്ന് ഉയർന്ന അവന്റെ ശബ്ദത്തിൽ അവളൊന്ന് ഞെട്ടി ഉറച്ചു. ഞാൻ ഇറങ്ങാം, അവൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. എനിക്ക് അമ്പലത്തിലൊന്ന് പോകണം. അവളുടെ പതുങ്ങിയുള്ള ശബ്ദം പുറകിൽ നിന്ന് കേട്ടതും അവനവിടെ നിന്നു. ഞാൻ പറഞ്ഞില്ലേ വരാൻ വൈകും, നാളെ പോ. അവൻ തിരിഞ്ഞു നോക്കാതെ അവളോട് പറഞ്ഞുകൊണ്ട് വീണ്ടും നടക്കാനാഞ്ഞതും ഞാൻ ഒറ്റയ്ക്ക് പോയി വന്നോളാം അവൾ പറഞ്ഞതും അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. അവൻ തിരിഞ്ഞതും ആ ഗൗരവഭാവം നേരിടാനാവാതെ അവൾ നിന്ന് പരിങ്ങി. ഇന്ന് തന്നെ പോണെന്ന് വാശി പിടിക്കാൻ മാത്രം എന്താ ഇത്ര അത്യാവശ്യം? അവൻ അവൾക്കടുത്തേക്ക് ചുവടുകൾ വെച്ചുകൊണ്ട് ചോദിച്ചു. അവൾ ഉത്തരം പറയാൻ നന്നായി ബുദ്ധിമുട്ടി. സത്യത്തിൽ അമ്പലത്തിൽ പോകുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഭൂവിയെ കാണുക എന്നതാണ്. അതിനുവേണ്ടി കണ്ടെത്തിയ മാർഗമാണ് ഈ ക്ഷേത്ര സന്ദർശനം. എനിക്ക് പോണം തോന്നി, ഞാൻ പെട്ടെന്ന് പോയി വന്നോളാം. ആൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ പതറി മറച്ചുകൊണ്ട് പറഞ്ഞു. നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അവൻ തന്നെ മുന്നിൽ നിന്ന് പരിങ്ങി കളിക്കുന്നവളെ ശ്രദ്ധിച്ച് ആൾക്കുമ്പിൽ കൈകെട്ടിയെന്നുകൊണ്ട് ഗൗരവപൂർവ്വം തിരക്കി. ഇല്ല. ആൾ അവന്റെ മുഖത്തേക്ക് നോക്കാൻ മടിച്ചുകൊണ്ട് മറുപടി നൽകി. ഉറപ്പല്ലേ? അവനൊന്നുകൂടി ചോദിച്ചും ആളൊന്നും മുന്നീരിറക്കിപ്പോയി. അതെ. ആൾ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. നേരത്തെ പോയി തൊഴുതു വന്നേക്കണം. അവിടെയും പോയിരുന്നു സമയം കളയരുത്. ദാ ഇത് വെച്ചോ. അവൻ പോക്കറ്റിൽ നിന്ന് കുറച്ച് നോട്ടെടുത്ത് ആൾക്ക് നേരെ നീട്ടിയതും ആളത് കൈ നീട്ടി വാങ്ങാൻ കഴിയാതെ വീർപ്പ് മുട്ടി. എനിക്ക് വേണ്ട. ആളത് നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു. അവനത് കാര്യമാക്കാതെ അവളുടെ കൈ പിടിച്ചെടുത്ത് ആ നോട്ടുകൾ അത് അവളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. എന്തിനോ അവളുടെ തൊണ്ട കനത്തു. നെഞ്ചിലൊരു ഭാരം നിറയുന്ന പോലെ. മുന്നിൽ നിൽക്കുന്നവരെ കോമാളിയാക്കാൻ താൻ കൂടി കൂട്ടു നിൽക്കുന്ന പോലെ. എല്ലാവരോട് തുറന്നു പറഞ്ഞാലോ എന്ന് അവൾക്ക് തോന്നി. എന്നാൽ സൗദാമിനിയുടെ വാക്കുകളോർക്ക് ഒന്നിനും ആവുന്നുമില്ല. നെഞ്ചിലെ സങ്കടം കനത്തും അതിന്റെ നീറ്റൽ കണ്ണുകളെ ഏറ്റെടുത്തു. അമ്പലത്തിലേക്കല്ലേ പോകുന്നത്? നിനക്ക് വേണ്ടി അവിടെ കാണിക്കുകയും ചെയ്യണം, അതിലിട്ടേക്ക്. അവനവളെ നോക്കാൻ അലസമായി പറഞ്ഞു.
കണ്ണുകൾ നിറയുന്നു എന്ന് തോന്നിയതും അവളതിന് മറുപടി പറയാതെ ഒന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞു നിന്നു. ഞാൻ ഇറങ്ങ. അവൾ കേൾക്കാനെന്നോണം പറഞ്ഞുകൊണ്ട് ആ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങി. അടുത്ത നിമിഷം തന്നെ അടഞ്ഞുകിടന്ന കണ്ണുകൾ പതിയെ വിറച്ചു തുറന്നു. നിലാവിന്റെ നിശബ്ദതയെ തകർക്കുന്ന പോലെ വേദനയുടെ കനത്തിലൊരു തുള്ളി കണ്ണുനീർ തറയെ തൊട്ടു. മരവിച്ച എല്ലാ വികാരങ്ങളും ആ തുള്ളിയിൽ ഒതുങ്ങി പുറത്തേക്ക് പടർന്നു പോയതുപോലെ തോന്നി. വരൂ അകത്തേക്കിരിക്കാം, വരൂ അകത്തേക്കിരിക്കാം. വീട്ടുമുറ്റത്ത് വന്നിരുന്ന കാറിൽ നിന്നിറങ്ങിയവരെ അനന്തനകത്തേക്ക് ക്ഷണിച്ചിരുത്തി. ഇങ്ങോട്ടേക്കുള്ള വഴി ലേശം ചുറ്റിച്ചുപോയി. പിന്നെ വഴി കണ്ട ഒരാളോട് ചോദിച്ചു മനസ്സിലാക്കി പോരുമായിരുന്നു. അകത്തേക്ക് കയറുന്നതിനിടെ ഒരു വൃദ്ധൻ അനന്തനോടായി പറഞ്ഞു. അനന്തനാനൊന്ന് ചിരിച്ച ശേഷം അവർക്കൊപ്പം അകത്തേക്ക് കയറാൻ ഒരുങ്ങിയ ആൾ അതിൽ നിന്ന് തടഞ്ഞു. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അനന്തനകത്തേക്ക് കയറാൻ നാളെ മാറ്റിയെത്തിക്കൊണ്ട് കാര്യമായി ചോദിച്ചു. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കൂടാ. നീ ധൈര്യമായിട്ടിരിക്കുക, ഞാനല്ലേ ഏറ്റിരിക്കുന്നത്. നീ വാ, നമുക്ക് പോയി എന്റെ പെണ്ണിനെ കാണാം. അയാൾ അനന്തനെ തോൾ തട്ടി പറഞ്ഞുകൊണ്ട് ഇട്ടിരുന്ന പാനൊന്ന് മുകളിലേക്ക് വലിച്ചിട്ട് ചെരുപ്പൂരി അകത്തേക്ക് കയറി. ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അനന്തനും അയാൾക്ക് പുറകെ അകത്തേക്ക് നടന്നു. ഞാൻ ഇവന്റെ അമ്മാവനാ, രാഘവൻ. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന വൃദ്ധൻ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. കാര്യങ്ങളൊക്കെ അറിയാലോ. ഇവന്റെ രണ്ടാം കെട്ടാ. ആദ്യ കെട്ടിലെ ഭാര്യയും കോച്ചി ഇപ്പോഴും ആ വീട്ടിൽ തന്നെയാ താമസം. ഇറക്കി വിട്ടിട്ടും പോവാതെ കടിച്ചു തൂങ്ങി കിടക്കുക പറ്റുകള്. അതൊന്നും ഒരു പ്രശ്നമില്ലാന്ന് ഇവിടുന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ ഈ ആലോചന മുന്നോട്ടുണ്ടോന്ന് വെച്ചത്. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന സ്ത്രീധനം കൂടെ കണ്ടിട്ടാന്ന് വെച്ചോ. അയാളൊന്ന് ഒതുക്കത്തിൽ പറഞ്ഞു. ഇതിനു മുന്നേ പെണ്ണ് കാണാൻ പോയിടത്തൊക്കെ ഇത്രയും സ്ത്രീധനം ആരും പറഞ്ഞു കേട്ടില്ലേ? അയാൾ അവിടെ കൊണ്ടുവച്ച മിച്ചറിൽ നിന്ന് അല്പം വാരിയെടുത്ത് വായിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. ശിവശങ്കരൻ തമ്പി അവനൊന്ന് ചിരിച്ചെന്ന് വരുത്തി. എന്നാ പിന്നെ സമയം കളയാണ്ട് പെണ്ണിനെ വിളിക്കാം, എന്തേ? അയാൾ ചോദിച്ചു. ശിവശങ്കരൻ തമ്പി തന്നെ ഭാര്യ നോക്കി കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. അവർ വേഗം അവിടെ നിന്ന് നന്ദകിയെ വിളിച്ച് അകത്തേക്ക് നടന്നു. നാൽപ്പാട് തറവാട്ടിന്ന് ഒരു ബന്ധം ഉണ്ടാവാന്ന് പറഞ്ഞാ അത് ചെറിയ കാര്യാണോ? അയാൾ അനന്തനെ നോക്കി ചോദിച്ചു. ഞാൻ ഇവനോട് പറഞ്ഞു, ഇനിയിപ്പോ പെൺകുട്ടി എത്ര മോശമാണ് ഈ കൂടി കേട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ മതിയെന്ന്. അയാൾ കുഴലപ്പെടുത്ത് കടിച്ചതിനിടയിൽ പറഞ്ഞതും നടന്നെടുക്കുന്ന കോലിസിന്റെ ശബ്ദം കാതിലേക്ക് പതിച്ചും അയാൾ ആ ഭാഗത്തേക്ക് നോക്കി. ഒരു ട്രെയിൻ കയ്യിൽ പിടിച്ച് നടന്നു വരുന്നവൾ ദൃഷ്ടി പതിച്ചും അയാൾ അറിയാതെ വായ തുറന്നുപോയി. എവിടേക്ക് വെച്ചോളൂ, ശിവശങ്കരൻ തമ്പി അവളോട് പറഞ്ഞു. അവൾ മുന്നിലിരിക്കുന്നവരെ മുഖമുയർത്തി നോക്കാൻ പോലും മുതിരാതെ കയ്യിലെ ട്രേ അവർക്ക് മുമ്പിലെ ടീപ്പോയിലേക്ക് വെച്ച് ഒരു തൂണിന് മറവിലേക്ക് മാറി നിന്നു. ഇതാണോ പെണ്ണ്? ആ വൃദ്ധം കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ ശിവശങ്കരൻ നോക്കി ചോദിച്ചു. അതെ, എന്താ എന്തെങ്കിലും പ്രശ്നം? ഇതിപ്പോ ഇവൻ ഓണം ബമ്പറല്ലേ അടിച്ചിരിക്കണത്. നല്ല ചാമ്പയ്ക്ക പോലത്തെ പെണ്ണിനെ അല്ലേ ഈ 53ാമത്തെ വയസ്സിൽ കിട്ടാൻ പോണ്. അയാൾ അവളിൽ നിന്ന് മെഴികൾ മാറ്റാ പറഞ്ഞു. അത് കേട്ടുന്നവൾ ഞെട്ടി മുന്നിലേക്ക് നോക്കി. മുന്നിലെ സോഫയിൽ ഇരുന്ന് തന്നെ ചൂട് നോക്കുന്ന കണ്ണുകളുടെ ഉടമയെ കണ്ടതും അവൾക്ക് ദേഹം തളരുന്ന പോലെ തോന്നി. അവൾ കണ്ട കാഴ്ചയിൽ വിശ്വാസം വരാതെ എല്ലാവരെയും മാറി മാറി നോക്കി. നന്ദിക്ക് അവളുടെ നോട്ടം കണ്ടതൊന്ന് പുച്ഛിച്ചിരിച്ചു. അവളുടെ കണ്ണുകൾ വീണ്ടും അയാളിൽ വന്ന് നിന്നും അവൾക്ക് തൊണ്ട വറ്റി വരളുന്ന പോലെ തോന്നി. തന്റെ അച്ഛനോളം പ്രായം വരുന്ന ഒരാളുടെ ഭാര്യ പദവിയാണ് ഒരു വിവാഹത്തിലൂടെ തന്നെ കാത്തിരിക്കുന്നോർക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. നിറഞ്ഞു വരുന്ന കണ്ണുകളോടെ അയാളെ നോക്കിയതും തന്നെ ചൂഴി നോക്കുന്ന കഴുകൻ കണ്ണുകളാണ് അവൾ കാണുന്നത്. അത് കണ്ടതും അവൾ അയാളിൽ നിന്ന് മുഖം വെട്ടിച്ചു മാറ്റി. അവിടെ നിന്ന് ഇങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കാൻ അവൾക്ക് തോന്നിപ്പോയി. അത്രയ്ക്ക് അസഹ്യമായിരുന്നു അവൾക്ക് ആ അന്തരീക്ഷം. സമ്മതിക്കരുതായിരുന്നു, ഒരിക്കലും താൻ ഈ യുവാത്തിന് സമ്മതം മൂളരുതായിരുന്നു. അവൾ സ്വയം പഴിച്ചുകൊണ്ട് അവിടുന്ന് വീർപ്പുമുട്ടി. അപ്പോ ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിന് ആ ചടങ്ങ് നടത്തിയേക്കാം, എന്താ? അയാൾ ശിവശങ്കരൻ നോക്കി ചോദിച്ചു. അയാൾ ആ ചോദ്യം കേട്ടതും അവൾക്ക് തലയിറങ്ങുന്ന പോലെ തോന്നി. ഈ കല്യാണത്തിന് തനിക്ക് സമ്മതമല്ലെന്ന് അലറി പറയാൻ അവിടെ മനസ്സ് കൊതിച്ചപ്പോഴും നാവ് വിലക്കി. ഇന്ന് ഈ നിമിഷം ഇവിടെ നിങ്ങൾക്കൊപ്പയക്കാൻ എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. ശിവശങ്കരൻ തമ്മിയുടെ വാക്കുകൾ അവളുടെ കാതിൽ വീണത് അവൾ ഉരുകി വലിച്ചു. ഇന്ന് വേണ്ട, മറ്റന്നാളായിക്കോട്ടെ. അന്ന് നല്ലൊരു മുഹൂർത്തുണ്ടെന്നാ ഇങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോ ജോത്സ്യം പറഞ്ഞതേ. എന്താ അങ്ങനെ നടത്തുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്? അയാൾ ചോദിച്ചതും. ഏയ്, ഇവിടെ ആർക്കാ ബുദ്ധിമുട്ട്? ഈ നിമിഷമെങ്കിൽ ഈ നിമിഷം ആ ചടങ്ങ് നടക്കുന്നില്ലേ, ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. സൗദാമിനി അയാൾ നോക്കി ചിരിയോടെ പറഞ്ഞു. അയാൾ അതിനൊന്ന് ഇറങ്ങി ചിരിച്ചു. ആ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്ന അതിന്റെ ഒരു ഭംഗി ലേ. അയാൾ നീലിൽ നിന്ന് കണ്ണുകൾ പറിച്ചു മാറ്റായിരിക്കും തന്നെ അനന്തരവൻ നോക്കി അവരോട് പറഞ്ഞുകൊണ്ട് ചിരിച്ചു. അയാളുടെ ആ ചിരിയും വർത്താനൊന്നും ഇഷ്ടപ്പെടാതെ അവൾ തിരികെ മുറിയിലേക്ക് നടന്നു. തിരികെ നടന്നവളുടെ മനസ്സ് കടൽ പോലെ ഇളകി മറിഞ്ഞുകൊണ്ടിരുന്നു. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നറിയാതെ അവൾ തന്നെ വിഴുങ്ങുന്ന ആ വലിയ തിരമാലകൾക്കുള്ളിൽ അകപ്പെട്ടു പോയതുപോലെ അവൾക്ക് തോന്നി. ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത പോലെ ആ വലിയ തിരമാല തന്നെ മുഴുവനായി വിഴുങ്ങി തുടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി. നടക്കാൻ പോകുന്ന ഈ കല്യാണ മാമാങ്കം എങ്ങനെ തടയണമെന്നറിയാതെ അവൾ കുഴഞ്ഞു. ജീവനുണ്ടെങ്കിൽ അയാളുടെ നവവധുവായി ഒരുങ്ങിയിറങ്ങില്ലെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. എങ്ങനെ തോന്നി അവർക്ക് ഇങ്ങനെ നടപ്പിലാക്കാൻ? അച്ഛൻ്റെ പ്രായമുള്ള ഒരാൾക്കൊപ്പം തന്നെ പറഞ്ഞേക്കാൻ ഇങ്ങനെ തോന്നി അയാൾക്ക്.
അതോർക്കെ അവളുടെ നെഞ്ചുരുകി. കണ്ണിൽ നിന്നും കണ്ണുനീർ വരമ്പുകളെ ഭേദിച്ചുകൊണ്ട് ചാല് തീർത്തു. ഇനി എന്ത് എന്നുള്ള ചോദ്യം, അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ചുട്ടുപൊള്ളിക്കുന്ന ശൂന്യത, അത് അവളെ വല്ലാതെ പൊള്ളലേൽപ്പിച്ചു തുടങ്ങി. അതെ, ഞാനിവിടേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച തികഞ്ഞു. ഒരാഴ്ചയാ ചന്ദ്രമംഗലത്തെ മഹേശ്വര മേഘനാഥൻ ഈ ഉള്ളവൾക്ക് അനുവദിച്ചെന്ന സമയം. അവൾ കലാക്ഷേത്രയുടെ വാതിൽ തള്ളി തുറന്ന് അരികിൽ നിൽക്കുന്നവനെ പാളി നോക്കി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. അതിന് മേഘനൊന്നും സംഭവിക്കാത്ത പോലെ സ്ഥിരമിരിക്കുന്ന ഊഞ്ഞാലിലേക്ക് ഇരുന്നുകൊണ്ട് അവളോട് ചോദിച്ചു, അല്ല, ഈ ഒരാഴ്ച കൊണ്ട് എന്നെ പഠിക്കണമെന്നോ പഠിപ്പിക്കണമെന്നൊക്കെ ആരോ പറയുന്ന കേട്ടു. അവൾ തോളിലെ ബാഗ് അവിടെ കിടന്ന മേശയിലേക്ക് വെച്ചുകൊണ്ട് അവനെ നോക്കാതെ പറഞ്ഞു. അങ്ങനെ തന്നെയായിരുന്നു എന്റെ മനസ്സിലും. പക്ഷെ എന്നാ ചെയ്യാനാ, ആഴ്ച ഒന്ന് കഴിഞ്ഞിട്ട് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ എന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോടി ഭൂമി. അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ആ ഊഞ്ഞാൽ പതിയെ ആട്ടിക്കൊണ്ടിരുന്നു. അതെന്താ കുഞ്ഞിത്തമ്പുരാനെ അങ്ങനെ ഒരു വർത്തമാനം? ചന്ദ്രമംഗലത്തെ കുഞ്ഞിത്തമ്പുരാനെ ഇത്ര പെട്ടെന്ന് എന്റെ മുമ്പിൽ മുട്ടുമടക്കിയോ? അവൾ വന്ന ചിരി ഒതുക്കിക്കൊണ്ട് അവനെ നോക്കാതെ ചോദിച്ചു. അതിനീ മഹേശ്വര മേഘനാഥൻ എന്ന ഞാൻ ഒന്നുകൂടെ ജനിക്കണം മോളെ ഭൂവിക ദുർഗേ. അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ടൊന്ന് മീശ വിരിച്ചു. പിന്നെ എന്തിനാണോ തമ്പുരാനെ ഈ ഉള്ളവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ പോകുന്നു? അവൾ ചോദിച്ചുകൊണ്ട് അവന് നിനക്ക് തിരിഞ്ഞ ആ ടേബിളിലേക്ക് ചാരി നിന്നു. അതെന്താണെന്നൊക്കെ ചോദിച്ചാ? അവൻ താടി ഒഴിഞ്ഞുകൊണ്ട് അവളെ നോക്കി നീട്ടി പറഞ്ഞു. ചോദിച്ചാ? അവൾ അതേ താളത്തിൽ അവനോട് ചോദിച്ചാ ഇതിനു മുമ്പ് വന്നവരെ പോലെ ഒന്നും അല്ലല്ലോ ടീച്ചറമ്മേ നീ. അവനവളെ ആകെ മൊത്തം നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്താ അങ്ങനെ? അവൾ ചുണ്ടിൽ വിരിഞ്ഞ ചിരി ഒതുക്കിക്കൊണ്ട് അവൻ നോക്കി കാര്യഭാഗത്തിൽ ചോദിച്ചു. അത് അവൾ പുരികം പോയിക്കൊണ്ട് അവനോട് ചോദിച്ചു. ഇതിനു മുമ്പ് വന്നവരൊക്കെ നിന്നെ പോലെ അല്ലായിരുന്നു. അവരൊക്കെ ഞാനാ വെള്ളം കുടിപ്പിച്ചത്. പക്ഷെ നീ ഒരുത്തി എന്നെ വെള്ളം കുടിപ്പിക്കുന്ന പോരായിട്ട് എന്റെ ചോര കൂടി ഊറ്റി കുടിച്ച് അടങ്ങുമെന്ന് പറഞ്ഞ് കയ്യിൽ സ്ട്രോയും പിടിച്ച് ഇറങ്ങിയിരിക്കല്ലേടി വടയക്ഷി. അതുവരെ ഉണ്ടായിരുന്ന ഭാവം മാറി അവനവളെ നോക്കി കടുപ്പിച്ച് പറഞ്ഞു. അത് കേട്ടതും അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. ആരുടെ ചോരയെ ഊറ്റുന്നൊക്കെ ഇവിടെ വരുന്ന കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. അവൾ അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യടാ, ആരുടെ ചോര ഊറ്റിയ കഥയാടി ഭൂമി നീ പറയുന്നേ? ഞാൻ 100 പ്രാവശ്യം നിന്നോട് പറഞ്ഞു ഞാൻ നിന്നെ നോക്കിയതേ അല്ലാന്ന്. പിന്നെ എന്തിനാണ് ഈ വീണ്ടും ആ നോട്ടക്കഥയും പറഞ്ഞ് ഇറങ്ങുന്നത് നീ? അവൻ ഇരുന്നിടന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് അവൾക്കടുത്തേക്ക് മുണ്ടുമടക്കി കുത്തി വന്ന് ചോദിച്ചു. ഓ, ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അവൾ അവനെ നോക്കാതെ പുച്ഛഭാവത്തിൽ പറഞ്ഞു. നിന്റെ ഈ ഒടുക്കത്തെ പുച്ഛം കാണുമ്പോഴാ. അവൻ മുന്നിൽ നിൽക്കുന്നവളെ നോക്കി പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. കാണുമ്പോഴാ? അവൾ അവനെ നോക്കി വന്ന് ചിരിയോദിക്കൊണ്ട് ചോദിച്ചു. കാണുമ്പോ എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് മുത്താൻ തോന്നുവാടി. എന്നാ മുത്തട്ടെ ഞാൻ? അവൻ അവളെ നോക്കി ചോദിച്ചുകൊണ്ട് മീശ പിരിച്ച് അവൾക്കടുത്തേക്ക് നടന്നു. വാട്ട്? ആശ്ചര്യത്തോടെയുള്ള അവളുടെ ചോദ്യം കേട്ടതും അവനൊന്ന് ചുണ്ടുകൂട്ടി. അയ്യട, മൊത്തെന്ന് കേട്ടപ്പോഴേ വായും തുറന്ന് റെഡിയായി നിൽക്കുക അവള്. എടി ബൊമ്മി, ഈ ഭൂമിയിലുള്ള പെമ്പിള്ളേര് മുഴുവൻ ബഹിരാകാശത്തേക്ക് ടൂർ പോയി. നിന്നെ മാത്രം ഇവിടെ ബാക്കിയാക്കിയാൽ പോലും എനിക്ക് നിന്നെ മുത്താൻ വേണ്ടടി. അവൻ അവളെ നോക്കി കൊഞ്ഞനെ കുത്തിക്കൊണ്ട് പറഞ്ഞു. ഉള്ളിൽ നുരഞ്ഞു വന്ന ദേഷ്യത്തിന്റെ അളവ് അവളുടെ ശ്വാസോച്ഛ്വാസത്തിൽ അറിഞ്ഞു തുടങ്ങി. എടി, അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും യക്ഷിക്ക് കടിക്കാൻ പാകത്തിന് കഴുത്ത് വെച്ച് കൊടുക്കോ? അവൻ അവളെ നോക്കി ചോദിച്ചു തീർന്നു. ടേബിളിൽ നിന്ന് കൂടെ അവന് നേർക്ക് പറന്നു വന്നു. അവൻ ഒഴിഞ്ഞു മാറി കളഞ്ഞു. ആ കൂടെ നേരെ ചെന്ന് വീണത് വാതിൽക്കിൽ നിന്നവരുടെ കാൽച്ചോട്ടിലാണ്. അവിടെ കുഞ്ഞിനെയും പിടിച്ചു നിൽക്കുന്നവളെ കണ്ടതും ഭൂവിയുടെ കണ്ണുകൾ വിടർന്നു. ആ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യം മാറി കണ്ണുകളിൽ സന്തോഷം നിറയുന്നവൻ കണ്ടു. അവളുടെ നോട്ടം പോകുന്നിടത്തേക്ക് മേഘന്റെ കണ്ണുകൾ ചലിച്ചതും അവൻ കാണുന്നത് വാതിൽക്കൽ കുഞ്ഞുമായി വന്നു നിൽക്കുന്ന നീലിയാണ്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.